ചാന്ദ്രയാൻ 4 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ചാന്ദ്രയാൻ 3ൻ്റെ ചരിത്ര വിജയത്തിന് ശേഷം ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണുമൊക്കെ ഭൂമിയിൽ മടക്കിക്കൊണ്ടുവരാനുള്ള വൻ പദ്ധതി ISRO സമർപ്പിച്ചിരുന്നു. സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയതിനെ തുടർന്ന് പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ആ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. 2104 കോടി രൂപയുടെ ഈ പദ്ധതി ഏറെ വെല്ലുവിളികളും സങ്കീർണതകളും നിറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം മറികടന്ന് 2028 മറ്റൊരു ചരിത്ര വിജയത്തിന് ISRO തയ്യാറെടുക്കുകയാണ്. നമുക്കിന്ന് അതിസങ്കീർണമായ ചന്ദ്രയാൻ 4നെ കുറിച്ച് സംസാരിച്ചാലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ എല്ലാ പിന്തുണയും തുടർന്നും നൽകിക്കൊണ്ടേയിരിക്കണം. മനുഷ്യൻ്റെ കാൽപ്പനികതകളെ ഏറ്റവും പ്രചോദിപ്പിച്ച പ്രപഞ്ചഗോളമാണ് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമായ ചന്ദ്രൻ. അത്ര മനോഹരമാണ് പൂർണ്ണചന്ദ്രനും ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുമെല്ലാം. ആധുനിക ബഹിരാകാശയുഗം തുടങ്ങിയ 1950കളിൽ അമേരിക്ക ആദ്യം കണ്ണുവെച്ചത് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുക എന്നതിലായിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ശീതയുദ്ധത്തിൻ്റെ ഭാഗമായി സോവിയറ്റ് യൂണിയനെ ബഹിരാകാശ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സാധിച്ചതോടെ ഭീകരമായ മുതൽ മുടക്കുള്ള ഈ പദ്ധതി അമേരിക്ക അവസാനിപ്പിച്ചു. ആളുകളെ അയക്കാൻ സാധിച്ചില്ലെങ്കിലും പല പ്രാവശ്യം പേടകങ്ങളും റോബോട്ടുകളും ഒക്കെ അയച്ച് തിരിച്ചെത്തിച്ച സോവിയറ്റ് യൂണിയനും വൻ മുതൽ മുടക്ക് കാരണം പദ്ധതി തുടരാൻ താല്പര്യമുണ്ടായിരുന്നില്ല. 70കൾക്ക് ശേഷം ചന്ദ്രനെ ലക്ഷ്യമാക്കി ഒരു പേടകം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 2008 ചാന്ദ്രയാൻ 1. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങാനുള്ള ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ്, ചന്ദ്രനെ തുടർച്ചയായി വലം വയ്ക്കാനുള്ള ഓർബിറ്റർ എന്നിവയായിരുന്നു ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നത്. 4 ലക്ഷം കിലോമീറ്റർ താണ്ടി ചന്ദ്രൻ്റെ ഓർബിറ്റിലെത്തുക, നിരീക്ഷിക്കുക, അങ്ങനെയുള്ള സങ്കീർണമായ കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടുക എന്നതായിരുന്നു ആ ദൗത്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2019 വിക്ഷേപിച്ച രണ്ടാമത്തെ ദൗത്യം പൂർണ്ണ വിജയമായില്ല. എന്നാൽ 2023 ചാന്ദ്രയാൻ 3 ഐതിഹാസിക വിജയമായി. അന്നു മുതൽ അടുത്ത ചാന്ദ്രയാൻ ദൗത്യം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഓരോ ദൗത്യം കഴിയുമ്പോഴും അടുത്തത് അതുക്കും മേലെ എന്നതാണ് ബഹിരാകാശ ഗവേഷണത്തിലെ പൊതുവേയുള്ള തത്വം. അപ്പോൾ അടുത്ത ചാന്ദ്രയാൻ ദൗത്യം അവിടെ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവരിക എന്നതായിരിക്കും. അങ്ങനെ ഒരു പേടകത്തിന് 8000 കിലോഗ്രാമെങ്കിലും ഭാരമുണ്ടാകും. ഇത്ര ഭാരമുള്ള പേടകം ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക് തൊടുക്കാൻ പറ്റിയ ഒരു റോക്കറ്റ് നമുക്കില്ല. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഹെവി ലിഫ്റ്റായ LVM-3 അഥവാ ബാഹുബലിക്ക് പരമാവധി 4500 കിലോഗ്രാം മാത്രമേ ട്രാൻസ്ലൂണാർ ഓർബിറ്റ് അഥവാ ചന്ദ്രനിലേക്കുള്ള പാതയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് ദൗത്യങ്ങൾക്ക് വിദേശ റോക്കറ്റുകളെ ആശ്രയിക്കാനും കഴിയില്ല. അപ്പോഴെന്തു ചെയ്യും? അത് നമുക്ക് പിന്നീട് പറയാം. ആദ്യം ചാന്ദ്രയാൻ 4ൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ഈ പേടകത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ, അസെൻഡർ മൊഡ്യൂൾ, ട്രാൻസ്ഫർ മൊഡ്യൂൾ, റീ എൻട്രി മൊഡ്യൂൾ എന്നിവയാണിത്. നമുക്കിത് ഒന്നൊന്നായി നോക്കാം. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നാൽ ചാന്ദ്രയാൻ 3 ഉള്ളതുപോലെ പേടകത്തെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ എത്തിക്കുന്നത് ഇവനാണ്. ഗതി നിയന്ത്രണത്തിനും ഓർബിറ്റ് റൈസിങ്ങിനും എല്ലാമുള്ള എഞ്ചിനുകൾ, ഇന്ധനം എല്ലാം അടങ്ങിയതാണിത്. അടുത്തത് ലാൻഡർ മൊഡ്യൂൾ. ഇതാണ് ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ട്: ലാൻഡ് ചെയ്യാനും സാമ്പിളുമായി തിരികെ വരാനും. ചന്ദ്രൻ്റെ നിർദ്ദിഷ്ട ഓർബിറ്റിലെത്തിയാൽ ഈ ലാൻഡർ മൊഡ്യൂൾ വേർപെട്ട് ചന്ദ്രനിലേക്ക് ഇറങ്ങും. അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് അതിലെ യന്ത്രക്കൈകൾ മണ്ണും കല്ലുമൊക്കെ വാരിയെടുത്ത് അസെൻഡർ മൊഡ്യൂളിലേക്ക് മാറ്റും. ഈ ജോലി കഴിഞ്ഞാൽ അസെൻഡർ മൊഡ്യൂളിലുള്ള റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ചന്ദ്രനിൽ നിന്നും ഉയരും. ലാൻഡറിൻ്റെ കാലുകൾ അടങ്ങിയ ഭാഗം ഒരു ലോഞ്ച് പാഡായി ഉപയോഗിച്ചാണിത് നടക്കുന്നത്. ചന്ദ്രനിൽ ഭൂമിയുടെ 1/6 ഗ്രാവിറ്റിയേ ഉള്ളൂ. അവിടെ വായുവിൻ്റെ പ്രതിരോധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പേടകത്തിനെ ഉയർത്താൻ വലിയ റോക്കറ്റൊന്നും ആവശ്യമില്ല. പേടകത്തിലുള്ള എഞ്ചിൻ ധാരാളം മതി. ഇങ്ങനെ സാമ്പിളുകളുമായി ഉയരുന്ന അസെൻഡർ മൊഡ്യൂൾ മുകളിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ മൊഡ്യൂളുമായി ഡോക്ക് ചെയ്ത് സാമ്പിളുകൾ അതിലേക്ക് മാറ്റും. ഇതിനുശേഷം അസെൻഡർ മൊഡ്യൂളിനെ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ ഉപേക്ഷിക്കും.
അത് കുറേ കാലം അവിടെ കറങ്ങി നടന്ന് എപ്പോഴെങ്കിലും ചന്ദ്രനിലേക്ക് തന്നെ തകർന്നു വീഴും. ഈ ട്രാൻസ്ഫർ മൊഡ്യൂളിൽ എത്തിയ സാമ്പിളുകൾ അതിൽ തന്നെയുള്ള റീ എൻട്രി മൊഡ്യൂളിലേക്ക് കൂടി മാറ്റും. എന്നിട്ട് ട്രാൻസ്ഫർ മൊഡ്യൂളും റീ എൻട്രി മൊഡ്യൂളും അടങ്ങിയ ഭാഗം അതിലെ എഞ്ചിനുകൾ ഓൺ ചെയ്ത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് തിരിക്കും. 3 ദിവസത്തിന് ശേഷം പേടകം ഭൂമിയുടെ ഓർബിറ്റിലെത്തും. നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് സാമ്പിളുകൾ അടങ്ങിയ റീ എൻട്രി മൊഡ്യൂൾ ട്രാൻസ്ഫർ മൊഡ്യൂളിൽ നിന്നും അൺഡോക്ക് ചെയ്ത് വേർപെട്ട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. മണിക്കൂറിൽ 21,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായു തന്മാത്രകളുമായി ഉരഞ്ഞ് ഫ്രിക്ഷൻ മൂലം ഏതാണ്ട് 2000 ഡിഗ്രി ചൂടുണ്ടാവുകയും ചെയ്യും. സാധാരണ ഒരു വസ്തുവിനും ഈ ചൂട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പേടകങ്ങളുടെ പുറം കവചം ഈ ഭീകരമായ ചൂട് താങ്ങാൻ കഴിയുന്ന പ്രത്യേക കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അവ ശരിക്കും ഒരു അഗ്നിഗോളം പോലെ തോന്നും. എങ്കിലും ഉള്ളിലുള്ള ഒന്നിനും ഒരു തകരാറും സംഭവിക്കില്ല. വളരെ വലിയ ഒരു സാങ്കേതിക വിദ്യയാണിത്. ISRO ഇതിൽ മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ താഴേക്ക് വരുന്ന പേടകം ഒരു നിശ്ചിത ഉയരത്തിലെത്തിയാൽ അതിലെ പാരച്യൂട്ടുകൾ വിടർത്തി സാവധാനം കരയിലോ കടലിലോ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. പിന്നീട് ചന്ദ്രനിൽ നിന്ന് എത്തിച്ച മണ്ണിനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. അതിലൂടെ പ്രപഞ്ചത്തെപ്പറ്റിയുള്ള വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. കേട്ടിട്ട് തല കറങ്ങിയോ? ചാന്ദ്രയാൻ 3 എത്രമാത്രം സങ്കീർണമാണ് ഈ ദൗത്യം എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്ര വലിയ ഒരു സംവിധാനത്തിന് 9,000 കിലോഗ്രാം ഭാരമുണ്ട്. ചാന്ദ്രയാൻ 3 ഭാരം 3,900 കിലോഗ്രാമായി. ഈ ഭാരം ട്രാൻസ്ലൂണാർ ഓർബിറ്റിൽ എത്തിക്കാൻ ബാഹുബലിക്ക് കഴിയും. എന്നാൽ ഈ 9,000 കിലോ എന്തു ചെയ്യും? ആ പ്രശ്നം ISRO മറികടക്കാൻ പോകുന്നത് ഇതാ ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരു വാഗണാർ കാറുണ്ട് എന്ന് കരുതുക. 4 പേരുള്ള ഒരു കുടുംബത്തിന് ഇത് ധാരാളം മതി. എന്നാൽ വീട്ടിലൊരു സുഹൃത്ത് കുടുംബത്തോടെ വിരുന്നു വന്നു. അവർക്കുമുണ്ട് ഒരു വാഗണാർ. 2 ഫാമിലിക്കും കൂടി ഒരു ട്രിപ്പ് പോകണം. എല്ലാവരും കൂടി ഒരു കാറിൽ കയറില്ല. അല്ലെങ്കിൽ നമുക്കൊരു വലിയ വണ്ടി ഉണ്ടാകണം. ഇല്ലാത്ത സ്ഥിതിക്ക് 2 വണ്ടിയിൽ പോകാനല്ലേ കഴിയൂ. അതാണ് ISRO ഇവിടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയെന്നല്ലേ? ഒരു ബാഹുബലി റോക്കറ്റ് ഉപയോഗിച്ച് ലാൻഡർ, അസെൻഡർ മൊഡ്യൂൾ എന്നിവ അടങ്ങിയ ഭാഗം ആദ്യം ലോഞ്ച് ചെയ്യും. ഇത് ഭൂമിയുടെ ഓർബിറ്റിലെത്തിച്ച് അവിടെ ഭ്രമണം ചെയ്ത് അതിനെ അവിടെ പാർക്ക് ചെയ്യും. ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ബാഹുബലി റോക്കറ്റിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ട്രാൻസ്ഫർ മൊഡ്യൂൾ, റീ എൻട്രി മൊഡ്യൂൾ എന്നിവ അടങ്ങിയ ഭാഗം ലോഞ്ച് ചെയ്യും. അപ്പോൾ 2ആയിട്ട് ചെയ്യുമ്പോൾ അത് ബാഹുബലി റോക്കറ്റിൻ്റെ ആ പേലോഡ് കപ്പാസിറ്റിയുടെ ഉള്ളിൽ വരും. നേരത്തെ എത്തിച്ച ലാൻഡർ, അസെൻഡർ മൊഡ്യൂൾ ഭാഗങ്ങളുമായി ഈ 2ാമത് പോയ ആ പേടകം ബഹിരാകാശത്ത് വെച്ച് കണ്ടുമുട്ടും. അവിടെ വെച്ച് പരസ്പരം ഡോക്ക് ചെയ്ത് ഒറ്റ പേടകമായി മാറും. ഇത് കഴിഞ്ഞ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ എഞ്ചിനുകൾ ഉപയോഗിച്ച് ഓർബിറ്റുകൾ ഉയർത്തി ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക് കടന്ന് 3 ദിവസം കൊണ്ട് ചന്ദ്രൻ്റെ സമീപത്തെത്തും. ബാക്കിയെല്ലാം ആദ്യം പറഞ്ഞതുപോലെ. ISROയോടാണ് കളി. ഇതാണ് പറയുന്നത് കടിക്കുന്ന പട്ടിക്ക് എന്തിനാ തല, വല്ലഭനു പുല്ലുമായുധം എന്നൊക്കെ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഇക്കൊല്ലം ആദ്യം ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങൾ തമ്മിൽ ചേർക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച സ്പാഡക്സ് ദൗത്യം വിക്ഷേപിച്ചത്. അതിൽ നാം ഇനിയും മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ നാം ആദ്യമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ദൗത്യത്തിലുണ്ടാകും. നാം പേടകത്തിൽ ചന്ദ്രനെ ഇറക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് ഉയർത്തുന്ന പണിയുണ്ട്. കഴിഞ്ഞ ചന്ദ്രയാൻ ദൗത്യത്തിലെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഓർബിറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ 2 വലിയ വിക്ഷേപണങ്ങൾ നടത്തണം. ബഹിരാകാശത്ത് നിന്നും ഒരു പേടകം ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയിട്ടില്ല ഇതുവരെ നമ്മൾ. അങ്ങനെ നമുക്കൊരു പരിചയവുമില്ലാത്ത ഒരുപാട് സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടേണ്ടതായിട്ടുണ്ട്. 2028 ദൗത്യം നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് ഗഗൻയാനിലൂടെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിച്ച് മടക്കിക്കൊണ്ടുവരണം. ഒരുപാട് വിദേശ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം നടത്തണം. സുഹൃത്തുക്കളെ, ISROയിലെ മഹാതപസ്വികൾക്ക് വിശ്രമിക്കാൻ സമയമില്ല.